ഇതിൽ എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. ഇന്ത്യ മുന്നണി യു.പിയിലൊക്കെ കളിച്ചതുപോലെയുള്ള ഒരു വൃത്തികെട്ട കളി നമ്മുടെ സ്വന്തം വടകരയിൽ നമുക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. രണ്ട് പാർട്ടികളും ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായത്. ഷാഫി പറമ്പിലിനോട് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാനുള്ള എല്ലാ മികവുമുള്ള ആളാണ് കെ ശൈലജ. അത് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. കെ ശൈലജയ്ക്ക് രാഷ്ട്രീയമായി പോരാടി ജയിക്കാനായിട്ടുള്ള വ്യക്തിപ്രഭാവവും അതോടൊപ്പം തന്നെ പിന്തുണയും എല്ലാം ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അവർക്ക് വോട്ട് കുറഞ്ഞതിൻ്റെ ഒരു കാരണം ഈ കാഫിർ പ്രയോഗം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. കാരണം ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോഴേക്കും അവിടെ ഷാഫി പറമ്പിലിന് എതിരെ ഇത് ഉപയോഗിച്ചത് ഏത് തരത്തിലാണെന്നുള്ളത് നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. കാരണം ഇത് കെ ശൈലജയുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ കെ ശൈലജയെ പോലും ആ രീതിയിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടന്നുവെന്ന് ധരിപ്പിക്കാൻ ഇത് ഇറക്കിവിട്ട ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. കെ ശൈലജയ്ക്ക് മാത്രമല്ല, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എല്ലാവർക്കും വിശ്വസനീയമായ ഒരു സ്ക്രീൻഷോട്ടായി അത് മാറി. അത് കേവലം ഈ സൈബർ സഖാക്കളെ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ഉള്ള ആളുകളെ, അണികളെ, അനുഭാവികളെ മാത്രമാക്കി ഇത് ചുരുക്കി കാണരുത് എന്നുള്ളതാണ് എൻ്റെ സ്ട്രോങ് ടേക്ക്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലാണ്. മറ്റ് തൃശ്ശൂരിനേക്കാളും തിരുവനന്തപുരത്തിനേക്കാളും മറ്റേത് മണ്ഡലത്തെക്കാളും ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കേണ്ട സ്ഥലമാണ് വടകര. അവിടെ ഈക്വലി നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ മത്സരത്തിന്, ഭംഗിയുള്ള ഒരു രാഷ്ട്രീയ മത്സരം നടക്കേണ്ട ഇടത്താണ് ഇങ്ങനെയുള്ളൊരു വിഷയത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുപോയത് അവിടുത്തെ മത്സരത്തെ. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ CPIM ഇത് ബൂമറാങ് ആയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഇത് ഇറക്കി വിട്ടത്, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഇറക്കി വിടിയിച്ചത്, അങ്ങനെ വേണം നമ്മൾ കരുതാൻ. അല്ലാതെ ഒരു വ്യക്തി മാത്രമായിട്ട് ഇതങ്ങ് ഇറക്കി വിട്ട് കളയാം. ഇതിന് പിന്നിലൊരു കൃത്യമായ PR ഉണ്ടാകും. അത് കെ ശൈലജ അറിഞ്ഞുകൊണ്ടല്ല എന്നവർ പറയുന്നത് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതുപോലെയുള്ള വൃത്തികെട്ട കളികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളാണ് കെ ശൈലജ എന്ന് കരുതാൻ എനിക്കെന്തോ തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ അവർ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അത് മോശമായി പോയി. അങ്ങനെ അവർ ചെയ്യില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അതെ, എന്തിനാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ സമൂഹം അറിയേണ്ടതല്ലേ എന്ന് ലതിക മറുപടി പറഞ്ഞു എന്നാണ് ശൈലജ പറയുന്നത്. കെ ശൈലജ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോഗത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ഇരപരിവേഷത്തിലൂടെ ജയിക്കാൻ നോക്കുന്ന ആളല്ല കെ ശൈലജ. ഞാൻ അറിയുന്ന കെ ശൈലജ അങ്ങനത്തെ ആളല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടി കെ ശൈലജ ഇതിനു വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചു എന്നുള്ള വാദത്തോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള മറ്റേതോ ബുദ്ധികേന്ദ്രങ്ങൾ പടച്ചുവിട്ടതാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി. അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ലാതെ 2/13 പോസ്റ്റ് ചെയ്ത റിബേഷ് രാമകൃഷ്ണൻ, അമൽ റാമോ, അമ്പാടിമുക്ക് സഖാക്കളോ, പോരാളി ഷാജിയോ മാത്രമല്ല ഇതിലെ കുറ്റക്കാർ. അതിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രചാരണം ആകാം എന്നവർക്ക് പിന്തുണ കൊടുത്ത, പ്രോത്സാഹിപ്പിച്ച മറ്റാളുകളുമുണ്ട്. മുഖമില്ലാത്തവരൊന്നുമല്ലല്ലോ. ഇവിടെ പോലീസ് എന്തിനാ ഈ സ്ലോ മോഷൻ കളിക്കുന്നത്? പോലീസ് അതിൽ നിന്ന് മാറ്റണമെന്നേ സാക്ഷിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരും. ഇത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള വാചകമല്ലേ, ഇപ്പോൾ സാക്ഷിയാക്കി അങ്ങ് നിർത്തുകയാണ്. എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇത് എവിടെ നിന്ന് വന്നു? ഇതിനൊരു ഉത്ഭവസ്ഥാനം ഉണ്ടാകുമല്ലോ. നമ്മൾ ഈ ഉരുൾപൊട്ടലിനൊക്കെ പറയുന്നത് പോലെ ഒരു പ്രഭവ കേന്ദ്രം ഉണ്ടാകുമല്ലോ. അവരെ ട്രിഗർ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. അവരിലേക്കാണ് അന്വേഷണം എത്തേണ്ടത്. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള, ഭിന്നത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രചാരണത്തിലേക്ക്, മോശം പ്രചാരണത്തിലേക്ക്, രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ കഴിയുന്ന രണ്ട് കാൻഡിഡേറ്റ്സിനിടയിലേക്കാണ്. അല്ലാതെ ഒരു മത്സരം നടക്കുന്ന ഒരിടത്തുമല്ല. രാഷ്ട്രീയ മത്സരം നടക്കേണ്ട ഇടത്ത് വർഗീയ ഭിന്നത കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആളുകളിലേക്ക്, അതും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥിയുമാണ്. കാരണം ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം പേരുകാരൻ, ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്ന് നിൽക്കുമ്പോഴേക്കും ഇങ്ങനെയൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല. അത് കാണിച്ചത് മഹാവൃത്തികേടാണ്. ഷാഫിയോട് അങ്ങനെ കാണിച്ചവർ, അത് പാർട്ടിയുടെ അനുമതിയോട് കൂടിയാണ് എന്നുണ്ടെങ്കിൽ പാർട്ടി തന്നെ മാപ്പ് പറയണം ഷാഫി പറമ്പിലിനോട്. കാരണം പാർട്ടിക്കാരാണ് ഇത് ചെയ്തതെങ്കിൽ ഷാഫി പറമ്പിലിനോട് മാപ്പ് പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. മാത്രമല്ല, ഷാഫി പറമ്പിലിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയത് ഈ പ്രചരിപ്പിച്ച പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളും റിബേഷും അമൽറാമും ഒന്നും മാത്രമല്ലല്ലോ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതിനുള്ളിൽ ഇടപെട്ടിട്ടില്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് പോയത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കുറ്റകൃത്യത്തിന്റെ ഉറവിടം കണ്ടെത്തണം, കടുത്ത ശിക്ഷ ഉറപ്പാക്കണം. അതാണ് മാതൃകാപരമായി സർക്കാർ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഈ മെല്ലെപ്പോക്കും കൊണ്ട് നടന്ന് സാക്ഷിയെ പിടിച്ചു നിർത്തുന്നു, സാക്ഷിയാക്കുന്നു, അങ്ങനെ സാക്ഷി കളിപ്പിക്കേണ്ട. അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റി. അതാ ഞാൻ പറഞ്ഞ, സാക്ഷി കളിപ്പിക്കേണ്ട. സാക്ഷി കളിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കേണ്ട. മലയാളിക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് മലയാളിയെ പറ്റിക്കാൻ നോക്കേണ്ട. ഇക്കാര്യത്തിൽ ഇന്ന് ഷാഫി രാവിലെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ല. രാവിലെ ഷാഫി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. രാഷ്ട്രീയം പറഞ്ഞ് ഷാഫിയോട് മത്സരിച്ച് കെ ശൈലജയ്ക്ക് ജയിക്കാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഈ യൂത്ത് ലീഗ് നെടുമ്പർമണ്ണയുടെ മുഹമ്മദ് കാസിം, MSF ജില്ലാ സെക്രട്ടറി, എന്തായാലും കോടതിയിലേക്ക് ആ പോരാട്ടത്തിന് പോയത് നന്നായി. കാരണം ഇതൊക്കെ പുറത്തു വരണമല്ലോ. അല്ലാതെ അടിയും കൊണ്ട് ചുരുണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. ഇതൊക്കെ
പുറത്തു വരണം. ഇങ്ങനെയുള്ള വൃത്തികെട്ട കളികൾ കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എന്നുള്ളത് നാട്ടുകാർ തിരിച്ചറിയട്ടെ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ മത്സരിക്കാൻ വരുമ്പോൾ, ഇങ്ങനെയുള്ള പാർട്ടികൾ മത്സരിക്കാൻ വരുമ്പോൾ, ഇവിടെ രണ്ട് പാർട്ടിയും ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതാണ്. മുന്നണി ഒന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നതിന്, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള വൃത്തികേടാണ് കാണിക്കുന്നതെങ്കിൽ ഈ രണ്ട് പാർട്ടിക്കാരെയും തിരിച്ചറിയണം. ഇതിൽ ഇക്കാര്യത്തിൽ ഷാഫി എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കെ ശൈലജ ഇത് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. കെ ശൈലജയുടെ അറിവോടെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാഫിർ തിരിച്ചടിച്ചത് ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആ PR പണിയെടുത്ത CPIM-ലെ ആളുകൾക്കാണ്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കൃത്യമായ നടപടിയെടുക്കണം. അതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിന് മുന്നിലേക്ക് അവരൊക്കെ വരണം. മതപരമായ ഒരു ചിഹ്നവും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ജനാധിപത്യത്തിൻ്റെ അല്ലേ അടിസ്ഥാനമായിട്ടുള്ള പ്രമാണം. അത് ആരുപയോഗിച്ചാലും അത് തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ സംശയം അല്ല. അത് രണ്ടു വശവും ഉണ്ടല്ലോ. കാരണം വെച്ചാൽ KM ഷാജിയുടെ പിന്നെ അയോഗ്യത എങ്ങനെയാണ് എന്തൊരു പാലം. അതെ. അപ്പൊ അത് അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പിന്നെ MLA-ക്ക് തന്നെ സ്ഥാനം പോയത് മതപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയുണ്ട്. ഈ കാര്യത്തിലൊന്നും ആരും മാത്രമല്ല നമ്മളുടെ ഈ സ്ക്രീൻഷോട്ട് തന്നെ പ്രചരിപ്പിച്ചു. ഒരുപാട് സ്ക്രീൻഷോട്ട്, പല ചാനലുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഒരുപാട് പ്രചരിപ്പിച്ചു. അത് നമുക്ക് വിശദീകരിക്കേണ്ടി. അതെ, ഈ മുറിയിൽ എല്ലാവരും നഗ്നരാണ്. പക്ഷേ ഈ വിഷയത്തിൽ CPM-ന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പ്രേക്ഷകർക്ക് വേണ്ട. മാത്രവുമല്ല, ഒരു പോലീസ് ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ ഫോറൻസിക് പരിശോധന നടക്കുക. വെള്ളത്തിയിട്ട് വെച്ചേക്കുക മൊബൈൽ ഫോൺ. അതെ, ഫോറൻസിക് പരിശോധനയ്ക്ക് ഇനി ദിവസം കഴിയണമല്ലോ. അതെ അതെ അതെ. എന്താണിത്? ആരോടാണ്? 100 ദിവസമായി. പ്രഹസനമാക്കരുത് മാത്രം. ഇത് പറഞ്ഞു, ഇതിന് വളരെ ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് റിപ്പോർട്ട്. VD സതീശൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നന്നായി അന്വേഷണം പോയാൽ CPM-ന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്നൊക്കെയാണ്. വേണം, തീർച്ചയായിട്ടും അത് വേണം. കാരണം ആരാണെന്ന് അറിയണ്ടേ? അതെ, അറിയണം. ഇത്തരത്തിൽ തലതിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരും മക്കളും ഒക്കെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അവരൊക്കെ ഇത് പഠിക്കണം. ഇതൊന്നും അവർക്ക് ചേരുന്നതല്ല, ഇടതുപക്ഷത്തിന് ചേരുന്ന രാഷ്ട്രീയ വഴക്കങ്ങളല്ല എന്നത് ബോധ്യപ്പെടുത്താൻ. ഏത് പാർട്ടിയായാലും രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കണം, ജയിക്കണം, അത്രേ ഉള്ളൂ. 100%. Meet the editors.